ജീവിതത്തില് മാറ്റം നമുക്കാണ് ആവശ്യം. മറ്റാർക്കും ജീവിതത്തില് മാറ്റം ആവശ്യമില്ല. കാരണം എല്ലാവരും ഇരുമ്പ് പോലെയാണ് ആക്ച്വലി. ഏതെങ്കിലും ഒരാള് മാറുന്നതാണ് പ്രധാനം. മാറുന്നത് ഇരുമ്പ് പോലെയല്ല മാറുന്നത്. മറ്റൊരു മികച്ച ഇരുമ്പല്ല ആവേണ്ടത്. മാറുമ്പോൾ മാറേണ്ടത് കാന്തത്തെ പോലെയാണ്. ചെറിയ ഒരു മൈഗ്രേഷൻ ആണ് ആവശ്യം. യഥാർത്ഥത്തിൽ ആ ചേഞ്ച് മറ്റ് ഇരുമ്പുകളെ നമ്മളിലേക്ക് ആകർഷിക്കുന്നുള്ളതാണ്. എന്തിന് മറ്റുള്ള ആളുകളെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കണം? എന്തുകൊണ്ട് മറ്റുള്ളവർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടേ പറ്റൂ? ഇതൊരു വലിയ ചോദ്യമാണ്. ഒന്ന്, നമുക്ക് ഉണ്ടാവേണ്ട റെസ്പെക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. റെസ്പെക്ട് ലോകത്ത് ഒരിക്കലും നമുക്ക് പോയി പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. റെസ്പെക്ട് യാതൊരു കാരണവശാലും നമുക്ക് കടമെടുക്കാൻ പറ്റില്ല, ബോറോ ചെയ്യാൻ പറ്റില്ല. വഴിയിലൂടെ പോകുന്ന സമയത്ത് വീണ് കിടക്കുന്ന റെസ്പെക്ട് എടുത്ത് കൊണ്ടുപോകാൻ അവിടെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കഴിയില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും. അപ്പോ ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മൾ ചേഞ്ച് ആവേണ്ടത്? നമ്മൾ ചേഞ്ച് ആവേണ്ടത് ചില അൺറിട്ടൺ ലോസ് ഓഫ് ബിഹേവിയേഴ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് ഹ്യൂമൻ ബീയിങ്ങിന്റെ ഇടയിലുണ്ട്. ഇതിന്റെ മാറ്റ് കൊണ്ടുപോകാനും ആ ലെവലിൽ നിന്ന് എലവേറ്റ് ചെയ്യപ്പെടാനുമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചേഞ്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇരുമ്പിൽ നിന്ന് കാന്തത്തിലേക്ക് മാറുന്ന പ്രോസസ്സാണ് നമ്മളുടെ ജോലി. അതിലേക്ക് പോവാതിരിക്കാൻ എല്ലാ ചുറ്റുപാടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ പോവാൻ ആരും ഹെൽപ്പ് ചെയ്യണമെന്നില്ല. പോവുക എന്നുള്ളത് നമ്മളുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. ആ കിണറിൽ നിന്ന്, അത്ര വലിയ കിണറിൽ നിന്ന് മുകളിലെത്താൻ വേണ്ടി നിന്നെക്കൊണ്ട് കയറിയാൽ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴും അതൊന്നും കേൾക്കാതെ 4 തവളകളിൽ 3 തവളകളും പരാജയപ്പെട്ടപ്പോൾ ഒരു തവള കയറി മുകളിലെത്തിയപ്പോൾ കഥയുടെ അവസാനം പറയുന്നുണ്ട്, എന്തുകൊണ്ട് ആ തവള ഇത്ര ആളുകൾ നിനക്ക് കയറാൻ കഴിയില്ല, നീ വീട് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടും ഒന്നും മറുപടി പറയാതെ കയറിയത് എന്നതിനെ കുറിച്ച് ചോദ്യോത്തരം സംഭവിക്കുമ്പോൾ തവളക്ക് ചെവി കേൾക്കാത്തത് കൊണ്ടാണ് ആ തവള രക്ഷപ്പെട്ടത് എന്ന് ഉത്തരം പറയുന്നുണ്ട് കഥയിൽ. എന്നതുപോലെ പോവാതിരിക്കാൻ, മൈഗ്രേറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ, ഒരു വലിയ ചേഞ്ച് സംഭവിക്കാതിരിക്കാൻ എല്ലാവരും നമ്മളെ വിളിച്ചു കൂവി വലിച്ചു താഴെയിട്ട് നമ്മളുടെ മാനസിക ഊർജം തകർത്ത് ഇല്ലാതാക്കാനൊക്കെ സഹായിക്കും. പക്ഷേ അത് ഓവർകം ചെയ്യാനുള്ള യം പഞ്ഞിയൊക്കെ നമ്മുടെ കയ്യിൽ വേണം. ചെവിയിൽ വെച്ച് അതിനെ ഓവർകം ചെയ്യേണ്ടി വരും. ചെയ്താലുണ്ടാവുന്ന അഡ്വാൻറ്റേജുകളിൽ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വൺസ് യു അച്ചീവ്ഡ്, അതുവരെ നമ്മൾ നേരത്തെ കണ്ട ആളല്ല കേട്ടോ പുള്ളി. ഹി അച്ചീവ്ഡ് സംതിങ് ലൈക്ക് ദാറ്റ്. നമ്മളെന്തൊക്കെ പറഞ്ഞു പുള്ളിനെ കുറിച്ച്. ഇപ്പൊ പുള്ളി ആരായി, നമ്മളിപ്പോൾ ആരായി എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ അടക്കം പറയും. എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് വളരെ മോശമായി കുറ്റം പറഞ്ഞും കളിയാക്കിയും തമാശ പറഞ്ഞും ഒക്കെ ഇരുന്നിരുന്ന ആള് അവരുടെ കൂട്ടത്തിലുള്ള ആളാണ്. അതായത് കോമൺ പേഴ്സൺ, ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ഹയർ എന്ന് നമ്മൾ പറഞ്ഞത്. അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചേഞ്ച് അദ്ദേഹമായിട്ട് എടുത്തു കൊണ്ടുവന്നു. ഈ മൈഗ്രേഷനാണ് ശരിക്കും ഇപ്പോ സംസാരിക്കുമ്പോൾ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു അല്ലേ എന്നൊക്കെ പറയും ആളുകൾ. അപ്പൊ അവിടെ ആളുകൾ തന്നെ അറിയാതെ റെസ്പെക്ട് ക്രിയേറ്റ്. സി, നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ, സോഷ്യൽ റെസ്പെക്ട്, അതേപോലെ തന്നെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റെസ്പെക്ട്, ഒരു ഹ്യൂമന് ഉണ്ടാവുന്ന ഒരു ബേസിക് അഭിമാനം, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളുടെ ഓൺ ചേഞ്ചസ് കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും ആളുകൾക്ക് തരാൻ കഴിയില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ വീട്ടിനകത്ത് തന്നെ തീരെ ഒരു കാര്യവും ചെയ്യാത്ത ഒരു അച്ഛനോട് മക്കൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു റെസ്പെക്റ്റിന്റെ കുറവ്, അല്ലെങ്കിൽ ഒരു
റിസീവിങ്ങിന്റെ കുറവൊക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് ആ വീട്ടിലുള്ള രക്ഷിതാവിന് ആ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ടാണ്. അതൊരു ചേഞ്ചുള്ള ഒരു കരിസ്മാറ്റിക് ചേഞ്ചുള്ള ഒരാളാണെങ്കിൽ ലോകത്തുള്ള ഏതെങ്കിലും സ്പോർട്സ് സ്റ്റാറോ ഏതെങ്കിലും നാട്ടിൽ ഫിലിമിൽ അഭിനയിക്കുന്ന ആളാണ് എൻ്റെ റോൾ മോഡൽ എന്നും കുട്ടികൾ പറയില്ല. കുട്ടികൾ പറയും എൻ്റെ അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ, എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ എന്നൊക്കെ പറയും. ഇത് പറയാനുള്ള കാരണം കോമൺ പീപ്പിളിൽ നിന്ന് വ്യതിരിക്തമായ ഒരു എക്സ്ട്രാ ഓർഡിനറി ചേഞ്ച്, സാധാരണ ഇരുമ്പിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരു കാന്തമായിട്ട് മാറാൻ ആ അച്ഛനോ അമ്മയോ കാണിച്ചിട്ടുള്ള കുട്ടികളുടെ മുമ്പിലൂടെ അവർ കണ്ടു വളർന്നിട്ടുണ്ട്. തൻ്റെ അച്ഛനും അമ്മയും അതിനു മാത്രം മികച്ച രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ദേ ആർ വെരി ഡിഫറെന്റ് ഫ്രം കോമൺ. ഈ അൺകോമൺ ആയിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ചേഞ്ച്. ഇത് ഷിവ്കാര യു ക്യാൻ വിൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. അദ്ദേഹം പറയുന്നത് ആളുകൾ എല്ലാവരും ഒരേ കാര്യം തന്നെ ചെയ്യുന്നത്, പക്ഷെ വിജയിക്കുന്ന ആളുകൾ അത് അതേ കാര്യം വ്യത്യസ്തമായിട്ട് ചെയ്യുമെന്ന് മാത്രം. അപ്പോൾ ഒരേ കാര്യം തന്നെ എല്ലാവരും ചെയ്യുന്നത്, പക്ഷെ വ്യത്യസ്തമായിട്ട് ഇത് ചെയ്ത് ആളുകൾ അതേ കാര്യം തന്നെ അച്ചീവ് ചെയ്യണം. അപ്പം എങ്ങനെയൊക്കെയാണോ നമുക്കത് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഏത് രൂപത്തിലുള്ള ചേഞ്ചസ് ആണ് എനിക്ക് കൊണ്ടുവരേണ്ടത്, എന്തൊക്കെയാണ് എനിക്ക് റെസ്പെക്ട് സോഷ്യലി റിക്വയർഡ് ആണോ അല്ലേ? റെസ്പെക്ട് സോഷ്യലി റിക്വയർഡ് ഇല്ലെങ്കിൽ റിജക്റ്റഡ് ആയില്ലേ, പിന്നെ അയാൾ എന്തിനാ പറ്റുക? സോഷ്യൽ റെസ്പെക്ട് ഇല്ലാത്ത ഒരാളോട് ആരും സംസാരിക്കണമെന്നില്ല. ആരും അയാൾ പറയുന്ന കാര്യം ഒരു മീറ്റിങ്ങിൽ പോലും ആരും മൈൻഡ് ചെയ്യണമെന്നില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാവണമെന്നൊന്നുമില്ല. ഇനി സോഷ്യൽ റെസ്പെക്ട് കാശ് കൊടുത്ത് ആർജിക്കാൻ സാധിക്കില്ല. കാശിനോട് ആളുകൾക്കുള്ളത് വിധേയത്വമാണ്, റെസ്പെക്ട് അല്ല. ആ കാശ് തീരുമ്പോൾ ആളുകൾ ഇറങ്ങിപ്പോകും. നമ്മൾ മനസ്സിലാക്കണം, കാശുള്ള ഒരാളോട് കാശില്ലാത്ത സമയത്ത് കാണിക്കുന്ന റെസ്പെക്ട് കുറവ് കാശുള്ള സമയത്ത് കാണിക്കാൻ തുടങ്ങും. കാശ് തീരുമ്പോൾ ആളുകൾ വീണ്ടും അതേപോലെ വന്ന വഴിയെ പോകും. കാരണം അവിടെ അവിടെ അട്രാക്ട് ചെയ്തത് കാശിനെയാണ്. പക്ഷേ ക്രിയേറ്റ് ചെയ്ത ചേഞ്ചസും ക്രിയേറ്റ് ചെയ്ത ക്വാളിറ്റി റെസ്പെക്റ്റുകളൊന്നും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് റെസ്പെക്ട് വാങ്ങാമല്ലോ. ഓരോ ക്വാളിറ്റിയും നമ്മളുടെ തന്നെ ഒരു മികവായി, നമ്മളുടെ വ്യതിരിക്തമായ യുണീക്നെസ്സിനോട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അപ്പൊ യുണീക്നെസ് നമുക്കൊക്കെ ഉണ്ട് ആക്ച്വലി. ആ യുണീക്നെസ് നമ്മൾ ശരിക്ക് കൃത്യമായി വളർത്തിക്കൊണ്ടുവരികയോ അതിനെ ഉയർത്തുകയോ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഒന്ന്, പുറത്തു നിന്നൊരാൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഇഷ്ടപ്പെടാം, അയാൾക്ക് വേണ്ടിയിട്ട്, അയാളിലേക്ക് വേണ്ടിയിട്ടൊക്കെ ആളുകൾ ശ്രമിക്കും. പക്ഷെ നമ്മളുടെ പ്ലാൻ അനുസരിച്ച് ചേഞ്ച് കൊണ്ടുവരുന്നത് നമ്മളാണ്. ഇനി ആ പ്ലാന്റെ മഹിമയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആദ്യത്തിൽ പറഞ്ഞ പോലെ നമുക്കതിന് ആ ഒരു പ്ലാനിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവണം. ഒരുപാട് ഗുണങ്ങളുണ്ടാവണം. ചില ആളുകൾ റെസ്പെക്ട് കൊടുത്താൽ അവർക്ക് താല്പര്യത്തോടു കൂടി അവർ വാങ്ങണമെന്നൊന്നുമില്ല. അവർക്ക് അങ്ങനെ റെസ്പെക്ട് താല്പര്യമൊന്നുണ്ടാവില്ല. അവർ വലിയ പടച്ചവന്റെ പ്രീതി കിട്ടാൻ വേണ്ടി, കാരുണ്യം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് അവരെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടൊന്നും അവർ മൈൻഡ് ചെയ്യണമെന്നില്ല, അവരത് ബോധർ ചെയ്യണമെന്നുമില്ല. പക്ഷെ അത് അവരുടെ മികച്ച ക്വാളിറ്റിയാണ്. ഇവിടെ ഒരു മികച്ച ക്വാളിറ്റി, മികച്ച ഒരു എയിം ഉണ്ട്, ഒരു ഗോൾ ഉണ്ട്. ആ മികച്ച ഗോളിൽ നിന്ന് ആണ് ഇത്തരത്തിലുള്ള എല്ലാ റെസ്പെക്റ്റുകളും സൊസൈറ്റിയിൽ നിന്ന് ഒരാൾ നേടിത്തരുന്നത്. നല്ല അധ്യാപകന്മാർ കാണാറുണ്ട് സ്കൂളുകളിലൊക്കെ. അവരൊന്നും നമ്മൾ മറക്കുന്നില്ല. പക്ഷേ നമ്മൾ അടിക്കുകയും കുത്തുകയും നുള്ളുകയും തെറി പറയുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത അധ്യാപകരെയും ആളുകൾ ഓർക്കാറുണ്ട്. പക്ഷേ അവരെ ഓർക്കുന്നത് റെസ്പെക്റ്റോടു കൂടിയല്ല. അപ്പോൾ റെസ്പെക്റ്റോടു കൂടി ഓർക്കുന്ന ഒരു സോഷ്യൽ സിനാരിയോ ഒരു എംപ്ലോയിക്കോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സാധാരണ ഹ്യൂമൻ ബീയിങ്ങിനോ ഒക്കെ ഉണ്ടാവണം, വീട്ടമ്മക്കൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ റെസ്പെക്ട്ഫുൾനെസ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ആരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, എൻ്റെ മരുമകള് ഇവിടെ ഈ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇവിടുത്തെ ചില കാര്യങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേക്കും, അവർ ചില പരിപാടികൾ അവർ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരവരെ കുറിച്ച് പറയും. അപ്പോൾ അത് പറഞ്ഞ് കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, സി ഇന്നത്തെ കാലത്ത് സൊസൈറ്റിയോട് സഹായിക്കാനും സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യാനും സൊസൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ കയ്യിലുള്ള സാധനം കൊടുത്ത് സഹായിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ആ സ്ഥാനത്ത് അത് ചെയ്യുന്നത് അതിലൊരു പ്രത്യേകിച്ച് പേരും പ്രശസ്തിയും വലിയ ഒരുങ്ങി വലിയ ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ടൊന്നുമല്ല. അവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പം അവിടെ ഉണ്ടാവുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ മരണപ്പെട്ടു പോയതിന് ശേഷം കുറേ ആളുകൾ വന്നിട്ട് അന്വേഷിച്ചിരുന്നവർ. കാരണം അവർക്ക് സ്ഥിരമായ റേഷൻ, അവർക്ക് ഭക്ഷണം, അവർക്ക് ചില പെൻഷനുകൾ, ചില ഫണ്ടുകളൊക്കെ മന്ത്ലി കിട്ടിക്കൊണ്ടിരുന്ന ഇദ്ദേഹം വഴിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആരും അറിയാതെ കൊടുത്തതാണ്. ഇദ്ദേഹം പോയതിനു ശേഷം
ഇദ്ദേഹത്തിന് നിർബന്ധമാണ്, ആരും അറിയാൻ പാടില്ല. ഞാൻ പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തിരിച്ചു വന്നു. ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇത്ര കാലമായിട്ടുള്ള ഒരു പരിചരണം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഞങ്ങൾക്ക് വലിയ വിഷമമായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് വന്നപ്പോഴാണ് വീട്ടുകാർക്ക് തന്നെ അറിയുന്നത്, ഓ ഇത്രയും വലിയ കാര്യങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ, ഒരു കുറച്ചൊന്നുമല്ല, ഒന്നും എന്തിനും രണ്ടും അഞ്ചും 10ഉം 15ഉം 20ഉം 30ഉം 50ഒന്നുമല്ല, എത്രയോ കുടുംബങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സ്പർശം എല്ലാ മാസവും എത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അത് ആലോചിച്ച് നോക്കുന്നത്, ഇതൊക്കെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഒരു ചേഞ്ചാണ്. നമുക്ക് എന്ന് വെച്ചാൽ ഒരാളുടെ ലീവ് ബിഹൈൻഡ് ഫ്രാഗ്രൻസും കൂടിയാണ്. അദ്ദേഹം ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തെ ഓർക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് പ്രവൃത്തികൾ. ഇതൊക്കെ, ഇതെല്ലാം നമ്മളുടെ ചേഞ്ചിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, കൂടെയുള്ള ഭാര്യക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. സ്വന്തം ഭാര്യക്ക് അറിയില്ലായിരുന്നു, ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ, വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയില്ല എന്നൊക്കെ പറയുന്ന പോലെ വളരെ ക്ലാരിറ്റിയിലാണ് പുള്ളി ചെയ്തത്. പുള്ളിയുടെ ഭാര്യയ്ക്ക് പോലും അറിയില്ല. വീട്ടിൽ വന്നപ്പോഴാണ് ഭാര്യനെ അത്ഭുതപ്പെടുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മനുഷ്യൻ. അപ്പോ ഞാൻ പറയുന്നത്, ചേഞ്ച് എന്ന് പറയുന്നത് അവനവന്റെ ആവശ്യത്തിനും അവനവൻ ഉണ്ടാക്കേണ്ടതിന്റെ അവനവന്റെ നീഡിനെ ബേസ് ചെയ്തും അവനവൻ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചേഞ്ച് ഉണ്ടാക്കണം, ഏത് രൂപത്തിൽ ഉണ്ടാവണം എന്നുള്ളത് അവനവൻ ഡിഫൈൻ ചെയ്യുമ്പോഴേ ചേഞ്ചിലേക്കുള്ള ഒരു ഫ്ലൈയിങ്, ഒരു റേസ് അപ്പ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യണം. സോ ലെറ്റ് us rise up for a new changes in this year. Wishing you all the very best and have a great day. God bless. Thank you so much. I love you all. Thank you, sir.